യെസ് കേക്കാം. ഓക്കെ. എന്റെ പേര് അന്നാമോൾ ബാബു എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സയൻസ് എടുക്കുന്നത് കേട്ടോ. എന്റെ വീട് പാലായടുത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട അപ്പുറത്തെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനാണ് നിങ്ങൾക്ക് ഇന്ന് സയൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ കേറ്ററ്റിന് സയൻസിന് 30 മാർക്കാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം സയൻസിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പിക്കുകൾ കുറെ ഉണ്ട്. നമ്മുടെ സൈക്കോളജി, മാത്സ്, അങ്ങനെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആ സബ്ജക്റ്റിന്റെ എല്ലാം എടുത്ത് നോക്കിയാൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, സയൻസിനെ സംബന്ധിച്ച് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. അതുപോലെ DLEDന്റെ ടെക്സ്റ്റ് ബുക്ക്, EVSന്റെ DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്കൂൾ ടെക്സ്റ്റ് അത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ നോക്കി തന്നെയാണ് പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ വന്നിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് തന്നെ നമ്മൾ പോകും. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം. സോ സയൻസിന്റെ ക്ലാസ് നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചു പോവുക. അപ്പൊ ഇന്നിപ്പോ സയൻസ് ആണെങ്കിൽ സയൻസ് നല്ല രീതിയിൽ എല്ലാ ദിവസവും ആ ടോപ്പിക്ക് നോക്കിയിട്ട് തന്നെ പോവുക. പിന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ്, DLEDന്റെ ടെക്സ്റ്റ്, അതല്ലാതെ കറണ്ട് ആയിട്ട് ഇപ്പൊ നടക്കുന്ന സയൻസ് സംബന്ധമായ കാര്യങ്ങളും കൂടെ എല്ലാ ദിവസവും നോക്കി പോവാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ല എക്സാം ആകുമ്പോഴത്തേനും ഈ സയൻസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആവും. പിന്നെ ആ ടോപ്പിക്ക് പഠിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ചെറിയ വിഷമമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എടുക്കുന്ന പോർഷൻസ്, അതിപ്പം എത്രയാണെങ്കിലും ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ആണെങ്കിലും അതെല്ലാവരും എല്ലാ ദിവസവും നോക്കി പോവാം കേട്ടോ. അപ്പൊ സയൻസ് എളുപ്പമായിരിക്കും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഇട്ടാലോ അതൊന്നും എനിക്ക് കാണത്തില്ല. സോ മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണേ. എല്ലാവർക്കും കാണാവോ? യെസ്. ഹലോ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് നോക്കുന്നത് 3ാം ക്ലാസ്സിലെ സയൻസിന്റെ ചാപ്റ്ററാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്രാവശ്യം മാറിയായിരുന്നു. 1, 3, 5, 7, 9 ടെക്സ്റ്റ് ബുക്ക് മാറിയായിരുന്നു. പുതിയ സിലബസ്, അതായത് കുറെ കണ്ടന്റുകൾ പിന്നെ കുറച്ച് കളർഫുൾ ആയി. അതുപോലെ തന്നെ കുറെ കണ്ടന്റുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റാണ് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്ന് പറഞ്ഞ് ഹരിതഭൂമി. ആദ്യം തന്നെ ഒരു പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു പാട്ട്, ആ ഒരു 4 ലൈൻ പാടുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അതിനെ പറ്റി പറയാവേ. തെയ്യക്കം 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 താര, മാമരം തൊട്ടുവാ പൈങ്കിളി, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ? ഇത് നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കളികളാണ്. ഞങ്ങളൊക്കെ ഇവിടെ കളിക്കുമായിരുന്നു. അതായത് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് പറമ്പിൽ പോയി നിന്നിട്ട് എല്ലാവരും വട്ടത്തിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറയും, ഒന്നുകിൽ തേക്കുമരത്തെ പോയി തൊടുക, അല്ലെങ്കിൽ ഈ ചെടിയെ പോയി തൊടുക, അങ്ങനെയൊക്കെ പറയും. ഇവിടെ ആ കുട്ടികൾ കളിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാല് ആ കിളിയോട് പറയുന്നുണ്ട് മാമരം തൊട്ടുവാ പൈങ്കിളിയെന്ന്. അതായത് മാവിനെ തൊട്ടുവാ. എന്നിട്ട് ചോദിക്കുന്ന ഇതാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് വലുതാണോ ചെറുതാണോ, അതിന്റെ പേരെന്ത്, അങ്ങനെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ കവിത. പിന്നെ ബാക്കി താഴോട്ട് വരുമ്പോഴും ഒരു ഇലയെ പോയി തൊട, പൂവിനെ പോയി തൊട, ആ തൊട്ട പൂവ് ഏതാണ്, ഇല ഏതാണ്, അതിന്റെ പ്രത്യേകതകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ഈ കവിതയിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പം ജസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മുഴുവൻ പറയുന്നത് സസ്യങ്ങളെ കുറിച്ചാണ്. അതായത് വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കുട്ടികൾക്ക് അറിയാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്, അവർ കണ്ടിട്ടുള്ളത്, അവർക്കറിയാവുന്ന സസ്യങ്ങൾ ഏതൊക്കെ എന്നൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു കവിത അതിന്റെ തുടക്കത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിൽ മൊത്തം സസ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കി തുടർച്ചയായിട്ട് നമ്മുടെ ചാക്രികാരോഹണ രീതി പോലെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമാണ് അതിന്റെ കൂടുതലായിട്ടുള്ള ടോപ്പിക്കുകൾ. ഈ സസ്യങ്ങളെ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ, അതിന്റെ പ്രത്യേകതകളെല്ലാം കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് തുടക്കത്തിൽ കുറച്ച് സസ്യങ്ങളും അതിന്റെ ഭാഗങ്ങള്, ആ ഭാഗങ്ങളുടെ ധർമ്മങ്ങള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ
സൈറ സൈറ എന്ന് പറഞ്ഞ കുട്ടി ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കാണ്. അപ്പൊ ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്, ചിത്രം പൂർത്തിയായി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിത്രം വരയ്ക്കാനൊന്നും നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് ഏതൊക്കെയാന്ന് നമുക്ക് തന്നെ അറിയാം. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഒരു ഭാഗം വേര്, പക്ഷെ ഈ പടത്തിലില്ല. സസ്യത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വേരുണ്ട്. പിന്നെ എന്താ ഉള്ളേ? ഇലകളുണ്ട്, പിന്നെ അതിന്റെ തണ്ടുണ്ട്, പിന്നെ നമ്മളൊരു ചെടി വരയ്ക്കുമ്പോൾ എന്താണല്ലോ ഇതിനൊരു പൂ വരയ്ക്കും, പിന്നെ കായുണ്ട്. അപ്പൊ സസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതില് വേരുണ്ട്, തണ്ടുണ്ട്, ഇലകളുണ്ട്, പിന്നെ പൂവ്, കായ്. അപ്പൊ അതിൽ ഈ ഒരു ബോക്സിലെ സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് തണ്ടിന് കാണ്ഡം എന്ന് പറയും, ഇലയ്ക്ക് പത്രം, വേരിന് മൂലം എന്ന് പറയും. നമ്മള് 4ാം ക്ലാസ്സിലേക്കൊക്കെ കയറുമ്പോൾ അത് പിന്നീട് ബീജശീർഷം, ബീജമൂലം, ബീജപത്രം അങ്ങനെയുള്ള പുതിയ ടേംസും വരുന്നുണ്ട്. ഈ 3ാം ക്ലാസ്സിൽ ഈ ജസ്റ്റ് വേര്, തണ്ട്, ഇല, പിന്നെ അതിന് മറ്റു പേരുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. അതായത് തണ്ടിന് കാണ്ഡം, ഇലയ്ക്ക് പത്രം, വേരിന് മൂലം എന്നുള്ള പേരുകളാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഹലോ, കാണാം കാണാം. ഓക്കെ. ഇത് കണ്ടോ, സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ അറിയാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ നിങ്ങൾ തണ്ട് എന്നാണ് വിളിക്കുന്നത്, എനിക്ക് കാണ്ഡം എന്നും പേരുണ്ട്. നമ്മൾ തണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് കാണ്ഡം. പിന്നെ ഇല, എന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഇല, എനിക്ക് പത്രം എന്നും പേരുണ്ട്. പിന്നെ വേര്, ഞാൻ വേര്, എന്റെ മറ്റൊരു പേരറിയണ്ടേ, മൂലം എന്നാണ് എന്റെ മറ്റൊരു പേര്. അപ്പൊ നമ്മുടെ സസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് വേര്, തണ്ട്, ഇല. അപ്പൊ അതിന് പറയുന്ന മറ്റ് പേരുകൾ അതും നമ്മൾ ഓർത്തിരിക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേനും അതിന്റെ ഏകദേശം ആ ക്വസ്റ്റ്യൻസ് കൂടെ കാണിക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് വരും ഇപ്പം തണ്ട്, കാണ്ഡം തന്നിട്ട് വേര്, അപ്പൊ അതിന്റെ മറ്റൊരു പേര് എന്ത് എന്നുള്ള ഓപ്ഷനിൽ ബാക്കിയുള്ള പേരുകൾ കാണും. ശീർഷം, പത്രം, മൂലം, കാണ്ഡം തന്നെ പിന്നെ ഓപ്ഷനിൽ കാണും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് എടുത്തെഴുതാനൊക്കെ നമുക്ക് കേട്ടിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ സസ്യഭാഗങ്ങളും അതിന്റെ മറ്റു പേരുകളും പഠിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ കുറെ സസ്യങ്ങളുണ്ട്, എല്ലാം ഒരുപോലെ അല്ല ഇരിക്കുന്നത്. നമുക്കറിയാം ചിലത് വലുതുണ്ട്, ചെറുതുണ്ട്, പിന്നെ അതിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, മണത്തിൽ ചില ചെടികൾക്ക് മണമുണ്ട്. അപ്പൊ അതിലെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അതേപോലെ താഴെ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളതെന്നൊക്കെ. അപ്പൊ എന്തിലൊക്കെ വ്യത്യാസമുള്ളത്? വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, പിന്നെന്താ നിറത്തിൽ വ്യത്യാസമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമുണ്ട്, പിന്നെ ചിലത് ഇപ്പൊ നമ്മൾ വലുപ്പത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്. അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് സസ്യങ്ങളുടെ ആ ഒരു തുടക്കം എന്ന രീതിയിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറെ സസ്യങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെത്തി, റോസാപ്പൂ, ചീര, ആൽമരം, തൊട്ടാവാടി, മാവ്, തെങ്ങ്, നെല്ല്, അങ്ങനെ കുറെ സസ്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കുറെ സസ്യങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഓരോന്നും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ തണ്ടിന്റെ കാര്യം, അതിന്റെ വലുപ്പത്തിന്റെ കാര്യം, അത് നിലനിൽക്കുന്ന കാലമൊക്കെ പറഞ്ഞൊരു ബോക്സും തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോവാണ്. ചീരയുടെ തണ്ടിന്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്കറിയാം. ചീരയുടെ തണ്ടിന്റെ പ്രത്യേകത എന്താ? വളരെ കാഠിന്യമുള്ള തണ്ടൊന്നും അല്ല, മൃദുവാണ് അതിന്റെ തണ്ട്. വലുപ്പമാണേലും വലിയ വലുപ്പത്തിൽ അത് ഉണ്ടാകുന്നില്ല, ചെറിയൊരു സാമാന്യം ചെറുതായിട്ടുള്ളതാണ് അതിന്റെ വലുപ്പം എന്ന് പറയുന്നത്. പിന്നെ അത് നിലനിൽക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളോളം ഒന്നും അത് നിലനിൽക്കുന്നില്ല, മാസങ്ങളിൽ നിലനിൽക്കുന്നു. അങ്ങനെ ചീരയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തണ്ട്, അതിന്റെ വലുപ്പം, അല്ലെങ്കിൽ അതിന്റെ നിലനിൽക്കുന്ന കാലം, ഇതെല്ലാം അനുസരിച്ച് നമ്മൾ സസ്യങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ഈ ഫോട്ടോ കണ്ടോ, ചീരയുടെ ഫോട്ടോ കണ്ടോ നിങ്ങള്? അപ്പം സവിശേഷതകൾക്കനുസരിച്ച് നമ്മൾ ഇതിന്റെ സസ്യങ്ങളെ തരംതിരിക്കാൻ പോവാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ തരംതിരിക്കുന്നത്, ഇവിടെ ആ ചീരനെ കണ്ടോ? ചീര എന്നിട്ട് പറയുന്നുണ്ട്, എന്നെയും എന്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. അതായത് ചീര ഉൾപ്പെടുന്ന കുറെ കൂട്ടുകാരുണ്ട്, അവരുടെ കൂട്ടുകാരെ നമ്മളൊരു ഗ്യാങ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ, അതായത് ചീരയുടെ കൂട്ടുകാരെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്
ഓഷധികൾ എന്നാണ്. അപ്പൊ ഓഷധികളുടെ പ്രത്യേകതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല. പിന്നെ പറയുന്നതാണ് വലുപ്പത്തിൽ. ഇതിന്റെ വലുപ്പം എന്താണ്? വലുപ്പത്തിൽ ചെറുതുമാണ്. വലുപ്പത്തിൽ ചെറുത്. അപ്പൊ ഓഷധികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തണ്ട് മൃദുവാണ്, വലുപ്പത്തിൽ ചെറുതാണ്, ആഴത്തിൽ വേരോട്ടമില്ല. അപ്പൊ ചീര ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? ഓഷധികളുടെ അകത്ത് പെടുന്നതാണ്. അപ്പൊ ഓഷധികളായിട്ടുള്ള കുറച്ച് സസ്യങ്ങൾ ഉണ്ട് നമ്മുടെ ചുറ്റുപാട്. അപ്പൊ ഞാൻ ഇതിന്റെ എക്സാമ്പിള് ഈ 3 പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഓഷധികളുടെ പ്രത്യേകതകൾ അത് ഉറപ്പായിട്ടും പഠിക്കണം. തണ്ട് മൃദുവാണ്, വലുപ്പത്തിൽ ചെറുതാണ്, ആഴത്തിൽ വേരോട്ടമില്ല. അപ്പൊ നമുക്ക് എക്സാമിനാണെങ്കിൽ പോലും സവിശേഷതകൾ തന്നിട്ട് ഇത് ഏതിന്റെ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഔഷധികളുടെ സവിശേഷതകൾ പെടുന്നില്ലാത്തത് ചോദിക്കാം, അല്ലെങ്കിൽ പെടുന്നവ ഏതാ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് തന്നെ പോകണം. ഇനി അടുത്ത് വരുന്നത് നമുക്കറിയാം, ഇതെന്താണിത്? മാവാണ്. അപ്പൊ മാവ് വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മരങ്ങൾ. അതായത് വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ. അപ്പൊ അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ? മരങ്ങൾ. അതായത് അപ്പൊ മരത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ചുറ്റുപാടും മരങ്ങളെല്ലാം കാണുന്നതാണ്. മരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ തണ്ട് വളരെ കാഠിന്യമുള്ള തണ്ടാണ്. പിന്നെ വലുപ്പം എങ്ങനെയാണ്? വളരെ വലുതാണ് അതിന്റെ വലുപ്പം. പിന്നെ ഇത് നിലനിൽക്കുന്ന കാലവും വളരെയധികം വർഷങ്ങള് നമ്മുടെ മരങ്ങള് ജീവിക്കുന്നുണ്ട്. അതായത് വളരെയധികം വർഷങ്ങള് മരങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ മരങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വളരെ കാഠിന്യമുള്ള തണ്ടാണ്, വളരെ വലുതാണ്, വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉദാഹരണമായിട്ട് മാവിന്റെ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയുണ്ട്. അത് ഞാൻ പറയുന്നതായിരിക്കും. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് കുറ്റിച്ചെടികളാണ്. അതായത് കണ്ടോ, തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ, ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെമ്പരത്തി അവിടെ നോക്കി നിൽപ്പുണ്ട്. അപ്പൊ ചെമ്പരത്തി ഏത് വിഭാഗത്തിൽ പെടുന്ന? കുറ്റിച്ചെടികളുടെ അതിനകത്ത് പെടുന്ന. അപ്പൊ കുറ്റിച്ചെടികളുടെ പ്രത്യേകതകൾ എന്താ? കട്ടിയുള്ള തണ്ടാണ്. പിന്നെ വർഷങ്ങൾ അതും ജീവിക്കുന്നുണ്ട്. അതിന്റെ വലിപ്പം ഇടത്തരം വലുപ്പമാണ്. അപ്പൊ ഇതാണ് കുറ്റിച്ചെടികളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 3 വിഭാഗക്കാരെ ഇപ്പൊ കണ്ടു. ഓഷധികൾ പറഞ്ഞു, മരങ്ങൾ പറഞ്ഞു, കുറ്റിച്ചെടികൾ പറഞ്ഞു. ഓഷധികളുടെ എന്തൊക്കെ പ്രത്യേകതകളാ? തണ്ട് മൃദുവാണ്, ആഴത്തില് വേരോട്ടമില്ല, പിന്നെ വലുപ്പത്തിൽ ചെറുത്. മരങ്ങളാണെങ്കിലോ തണ്ടിന് നല്ല കാഠിന്യമുണ്ട്, വലുതാണ്, പിന്നെ വർഷങ്ങളോളം ജീവിക്കും. കുറ്റിച്ചെടികളാണെങ്കിലോ കട്ടിയുള്ള തണ്ടാണ്, ഇടത്തരം വലുപ്പം, അത് വർഷങ്ങൾ ജീവിക്കുന്നു. അപ്പൊ ഇതാണ് ഒരു 3 വിഭാഗക്കാരാണ് നമ്മളിപ്പോ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാം ആയിരിക്കും? പട്ടിക പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഓഷധികളുടെ വിഭാഗത്തിൽ പെടുന്ന വേറെ എന്തൊക്കെ കാണുമായിരിക്കും നമ്മുടെ ചുറ്റുപാട്? നിങ്ങൾക്കറിയാവോ ഏതൊക്കെ കാണും? നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ചീരയുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് തുമ്പ കണ്ടിട്ടില്ലേ? തുമ്പ ഓഷധികളുടെ അതിനകത്ത് വരുന്നതാണ്. തുളസി ഔഷധിയാണ്. തുളസി ഔഷധിക്കകത്തും വരും, ഔഷധി എന്ന വിഭാഗത്തിനകത്തും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് വാഴ. പിന്നെയുള്ളത് കഴുതാമ വരും, നമ്മുടെ മഷിത്തണ്ട്. ഇതെല്ലാം ഓഷധികളുടെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. പിന്നെ കുറ്റിച്ചെടികളുടെ ഉദാഹരണങ്ങളാണെങ്കിലോ നമ്മുടെ ചെമ്പരത്തി പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഏതാ കുറ്റിച്ചെടികളായിട്ട് വരും നമ്മുടെ ചുറ്റുപാടും കാണുന്നേ? റോസ കുറ്റിച്ചെടി വിഭാഗത്തിൽ പെടുന്നതാണ്. മുക്കുറ്റി ഓഷധികളുടെ അതിനകത്തും പെടും, അതുപോലെ തന്നെ കുറ്റിച്ചെടികളുടെ അതിനകത്ത് പെടും മുക്കുറ്റി എന്ന ചെടി. പിന്നെ മല്ലിക, ജമന്തി, അങ്ങനെയുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന കുറെ ചെടികളുണ്ടല്ലോ, അതെല്ലാം ഈ കുറ്റിച്ചെടികളുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മരങ്ങൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് മാവ്, തേക്ക്, ആൽമരം, തെങ്ങ്, പ്ലാവ്, ഇതെല്ലാം മരങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന. അപ്പൊ ഈ ഓഷധികള്, കുറ്റിച്ചെടികള്, മരങ്ങള്, ഇവയുടെ ഉദാഹരണങ്ങളും അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകം ഒന്ന് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇതിന്റെ താഴെ ചേർത്ത് വരയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് പടം കൊടുത്തിട്ടുണ്ട്. അതായത് ആൽമരം ഏത് വിഭാഗത്തിൽ പെടുന്ന? മരങ്ങളിൻ്റെ അകത്ത് വിടും. നെല്ലാണെങ്കിലോ കുറ്റിച്ചെടികളുടെ അകത്ത് വിടും. റോസയാണെങ്കിലും കുറ്റിച്ചെടികള്.
മുക്കുറ്റി ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓഷധിക്കകത്ത് കൊടുക്കുന്നു. പിന്നെ ചീരയാണെങ്കിൽ ഓഷധിയാണ്, റോസയാണെങ്കിൽ കുറ്റിച്ചെടികളാണ്, തെങ്ങാണെങ്കിൽ മരങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ നമ്മൾ നോക്കിയത് സസ്യങ്ങളെ ഇപ്പം 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓഷധികള്, മരങ്ങള്, കുറ്റിച്ചെടികള്. അപ്പൊ അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. അതിന്റെ തണ്ടിന്റെ കാര്യം, നിലനിൽക്കുന്ന കാലം, പിന്നെ അതിന്റെ വലുപ്പത്തിന്റെ പ്രത്യേകതകള്, പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തു പോകേണ്ട കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് അടുത്തൊരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ സസ്യത്തിന്റെ 3 കൂട്ടുകാരെ കണ്ടല്ലോ, അതുപോലെ തന്നെ അടുത്ത വരുന്ന ആൾക്കാരാണ് വള്ളിച്ചെടികൾ. വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അത് വള്ളികളായിട്ട് പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, പിന്നെയോ നീളമുള്ളതും മെലിഞ്ഞതുമായിട്ടുള്ള തണ്ടുകളായിരിക്കും. നമ്മൾ ചുറ്റുപാടും കണ്ടിട്ടുള്ള ഇതിപ്പോ ഇതിന്റെ ഫോട്ടോ തന്നിരിക്കുന്ന ആരുടെയാ? മത്തങ്ങ വള്ളിച്ചെടിയിൽ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളരിയുണ്ട്. അപ്പൊ വള്ളിച്ചെടികൾക്ക് ഉദാഹരണമായിട്ട് വരുന്ന ഏതൊക്കെ വരും? മത്തനുണ്ട്, പിന്നെന്താ കോവലുണ്ട്, പടവലമുണ്ട്, കുരുമുളകുണ്ട്, വെള്ളരിയുണ്ട്, വെറ്റിലുണ്ട്, തണ്ണിമത്തനുണ്ട്. ഇതെല്ലാം വള്ളിച്ചെടികൾക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്ന. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. വള്ളികളായിട്ടാണ് പോകുന്നത്, അതിനങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ മരത്തിൽ കൂടെ കയറി പോകുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഈ വള്ളിച്ചെടികൾക്ക്, അതായത് വള്ളിച്ചെടികൾ തന്നെ 2 തരമുണ്ട്. നിലത്ത് പടർന്നു വളരുന്നവയുണ്ട്, താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയുണ്ട്. മനസ്സിലായത്? വള്ളിച്ചെടികൾ തന്നെ 2 തരമുണ്ട്. നിലത്തൂടെ പോകുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയുണ്ട്. അതിൽ നമ്മൾ ഈ താങ്ങിൽ പറ്റിപ്പിടിച്ച് വളർന്ന് മുകളിലേക്ക് വളരുന്നതിന് ഉദാഹരണങ്ങളുണ്ട്. അറിയോ? നമ്മൾ പാവല്, പിന്നെ മുന്തിരി, അതെല്ലാം ഈ താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്ന. അപ്പൊ നിലത്ത് പടർന്ന് വളരുന്നതാണെങ്കിലോ നമ്മുടെ മത്തന്, വെള്ളരിയൊക്കെ നിലത്ത് പടർന്ന് വളരുന്നതായിട്ടാണ്. അപ്പൊ നമ്മൾ 4 വിഭാഗക്കാരെ ഇപ്പൊ കണ്ടു. ഓഷധികള്, മരങ്ങള്, കുറ്റിച്ചെടികള്, പിന്നെ ഈ വള്ളിച്ചെടികള്. അപ്പൊ ഇതിന്റെ എല്ലാ ഉദാഹരണങ്ങളും പ്രത്യേകതകളുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതാണ് തെറ്റായ ജോഡി, അല്ലെങ്കിൽ ഇതിൽ പെടുന്നവ ഏതാ, സവിശേഷതകളിൽ പെടാത്തത് ഏവ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതിന്റെ സവിശേഷതകളും ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു പോകണം. ഇനി വരുന്നൊരു വിഭാഗക്കാരാണ് ജലസസ്യങ്ങൾ എന്നുള്ളത്. അടുത്ത വിഭാഗക്കാരാണ് ജലസസ്യങ്ങൾ. നമുക്ക് ഈ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. താമരയും ആമ്പലും കുളവാഴയൊക്കെ ഇതെല്ലാം ജലത്തിൽ വളരുന്നതാണ്. അപ്പൊ ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് നമ്മൾ പറയുന്നതാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു വരുമ്പം എന്താ? ജലത്തിന്റെ ഉപരിതലത്തില് ഈ നമ്മുടെ താമരയുടെ ആമ്പലിന്റെ ഒക്കെ ഇലകള് ജലത്തിന്റെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൂക്കളും അത് ജലത്തിന് മുകളിലാണ് പൊങ്ങിക്കിടക്കുന്നത്. പിന്നെ ചെറിയൊരു ആവരണം പോലെ, നമ്മുടെ എന്താ മെഴുകിന്റെ ആവരണം പോലെ ആ ഇലകളിന്റെ മുകളിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് ജലസസ്യങ്ങളുടെ പ്രത്യേകതകൾ. ഇപ്പൊ നമ്മൾ 5 ഗ്രൂപ്പുകാരെ പഠിച്ചില്ലേ? അതായത് ഓഷധികള്, മരങ്ങള്, കുറ്റിച്ചെടികള്, ജലസസ്യങ്ങള്, വള്ളിച്ചെടികള്. ഈ 5 ഗ്രൂപ്പുകാരും അവരുടെ ഉദാഹരണങ്ങളും പിന്നെ അവരുടെ സവിശേഷതകളും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ പൊതുവായിട്ട് സസ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വിത്തിനുള്ളിലെ ജീവൻ, അതായത് വിത്ത് മുളയ്ക്കുന്നത്. ഒരു സസ്യം ഉണ്ടാകുന്നത് വിത്ത് മുളച്ചാണല്ലോ. അപ്പൊ നമ്മള് ഇവിടെ ആ ഒരു പരീക്ഷണം എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ വിത്ത് മുളയ്ക്കൽ പരീക്ഷണം. അതായത് വിത്ത് മുളച്ച് നമ്മളൊരു പയർ വിത്തെടുത്ത് ഇതിൻ്റെ അകത്ത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ പിള്ളേർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ മണ്ണ് നിറയ്ക്കുക, 3ഓ 4ഓ പയർ വിത്തുകൾ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക, മണൽ നനയ്ക്കുക, വിത്ത് മുളച്ചു വരുന്ന നിരീക്ഷിക്കൂ, എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിത്ത് മുളയ്ക്കൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളും സ്കൂളുകളിലൊക്കെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫോട്ടോസ് കാണിക്കാം, അതായത് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പൊ അവരാദ്യം വിത്ത് ഇട്ടു, പിന്നെ വിത്ത് മുളച്ചു വന്നതിന്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളാണ്. അതായത് ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിൽ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിത്ത് മുളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ആ പരീക്ഷണത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പയർ വിത്തിട്ടു, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ മുള പൊട്ടി. ആദ്യം എന്താണ് മുളച്ചു വരുന്നത് അവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ 3ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത്
വേരാണ് ആദ്യം പുറത്തേക്ക് മുളച്ചു വന്നത് നമ്മൾ പറയും. വേരിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? മൂലം എന്നായിരുന്നു. അപ്പൊ ആദ്യം മുളച്ച് പുറത്തേക്ക് വരുന്ന എന്താണ്? വേര്. അതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് മൂലം. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിത്ത് മുളച്ച് ആദ്യം വേര് പുറത്തേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ തണ്ടുണ്ടാവുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇല പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് ആ സസ്യം ഉണ്ടാകുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പൊ എല്ലാ സസ്യങ്ങളും നമ്മുടെ ഈ വിത്തിനുള്ളിൽ നിന്ന് തന്നെയാണോ ഉണ്ടാകുന്നത്? എല്ലാം വിത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് എന്നൊരു സംശയം. അത് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇവിടെ ആ ഒരു പരീക്ഷണം നമ്മൾ നടത്തി, വിത്തിൽ നിന്ന് ഒരു ചെടി ഉണ്ടായി. അതാണ് ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ ചെയ്തത്. ഇനി അടുത്ത നോക്കുന്നത് വിത്തിൽ നിന്ന് മാത്രമാണോ ചെടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കുട്ടികൾ ഇരുന്ന് നോക്കുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട് ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. അപ്പൊ അടുത്ത് നമ്മുടെ പെൺകൊച്ചു പറയുന്നുണ്ട് ഇലമുളച്ചയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ കറിവേപ്പ് ഉണ്ടായത് വേരിൽ നിന്നും, ഇലമുളച്ച ഉണ്ടായത് എവിടെ നിന്നാ? ഇലയിൽ നിന്നുമാണ്. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്തിൽ നിന്നല്ലാതെ, അതായത് ഇല നട്ട് പിന്നെ എങ്ങനെയാ വേര്, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ചെടികൾക്ക് ഉദാഹരണങ്ങൾ, അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ കുറച്ച് ചെടികളുടെ പേരും തന്നിട്ടുണ്ട്. നോക്കിക്കേ, ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ചെടികളുടെ ഉദാഹരണങ്ങൾ മാത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, വിത്തിൽ നിന്നുണ്ടാകുന്നത്, വേരിൽ നിന്നുണ്ടാകുന്നത്, കാണ്ഡം അഥവാ തണ്ടിൽ നിന്നുണ്ടാകുന്ന, പിന്നെ ഇലയിൽ നിന്നുണ്ടാകുന്ന ഏതൊക്കെ ചെടികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ, ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ്, ഇവയില് വിത്തിൽ നിന്നുണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയായിരിക്കും? വിത്തിൽ നിന്നുണ്ടാകുന്ന ഇതിൽ ഏതൊക്കെ ചെടികളാണ്? മത്തൻ അതെ, പിന്നെ ഏതാ വരുന്നത്? മാവ് അതെ. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ വിത്തിൽ നിന്നുണ്ടാകുന്ന ചെടികൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാ? മത്തൻ അതെ, മാവ് അതെ. ഇനി വേരിൽ നിന്നാണെങ്കിലോ നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞായിരുന്നു, കറിവേപ്പ് പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നതിൽ കടപ്ലാവും വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പൊ തണ്ടിൽ നിന്നാണെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാം ചെടികൾ പോയി കുഴിച്ചു വെക്കുമ്പോൾ അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ, ചെമ്പരത്തി, റോസൊക്കെയാണ് തണ്ടാണ് പോയി കുഴിച്ചു വെക്കുക. അപ്പം തണ്ടിൽ നിന്നുണ്ടാകുന്ന ചെടികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി അതെ, ചെത്തി അതെ, റോസ്. ഇവയെല്ലാം കാണ്ഡം അല്ലെങ്കിൽ തണ്ട് നമ്മൾ കുഴിച്ചു വെച്ചിട്ടാണ് ആ ചെടികൾ ഉണ്ടാകുന്നത്. ഇനിയുള്ളത് ഇല. ഇലയിൽ നിന്നുണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിശാഗന്ധി അതെ. നിശാഗന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ രാത്രിയാവുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചെടിയാണ്. നിശാഗന്ധി നമ്മൾ ഇലയാണ് നട്ടുവെക്കുന്നത്. അതുപോലെ തന്നെ ഇലമുളച്ചി, ഈ രണ്ട് ചെടികളും ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം വിത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, തണ്ട് നട്ടുവെച്ചുണ്ടാകുന്നുണ്ട്, വേര് നട്ടുവെച്ചുണ്ടാകുന്നുണ്ട്, ഇല നട്ടുവെച്ചുണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഈ ഉദാഹരണങ്ങൾ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ PDF ആയിട്ട് ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ എഴുതിയത് അയക്കാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾസ്, അതായത് വിത്തിൽ നിന്ന്, തണ്ടിൽ നിന്ന്, ഇലയിൽ നിന്ന്, വേരിൽ നിന്നുള്ള അതിന്റെ എല്ലാ ഉദാഹരണങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏതിന്റെ അകത്ത് പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് വേര് നട്ടിൽ ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെ, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പം ആ ഒരു ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി ഈ ഒരു പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരുന്നത്, സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. അവിടെ ജസ്റ്റ് ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട് മഷിത്തണ്ട് ഉപയോഗിച്ചുള്ളത്. മഷിത്തണ്ട് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. നമ്മൾ സ്ലേറ്റ് ഒക്കെ മായ്ക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ആ ഒരു വെള്ളം വെച്ച് നമ്മൾ സ്ലേറ്റ് എഴുതിയത് മായ്ക്കാറൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് വെച്ചൊരു പരീക്ഷണം നടത്തുന്നത് വെച്ചാൽ സസ്യഭാഗങ്ങൾ, നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞായിരുന്നു, വേര്, തണ്ട്, ഇല. അപ്പൊ ഇതിന്റെ എല്ലാം ധർമ്മങ്ങൾ, ഒരു സസ്യത്തിന് ഈ ഭാഗങ്ങൾ കൊണ്ടുള്ള ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അതായത് മഷിത്തണ്ടുകൾ എടുക്കുന്നു, കുറച്ചു നേരം വെയിലത്ത് വെച്ചിട്ട് 3 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ജസ്റ്റ് മഷിത്തണ്ട് വെക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം എടുക്കുന്നുണ്ട്, നമ്മുടെ സാധാരണ വെള്ളം എടുക്കുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു ചുവപ്പ് കളർ ആ വെള്ളത്തിനോട് ചേർത്ത് അതൊരു ചുവപ്പ് വെള്ളമാക്കി വെക്കുന്നുണ്ട്. ഇതിൽ 3ലും മഷിത്തണ്ട് വെക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിന്റെ മാറ്റമാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായി അറിയാം, വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആ മഷിത്തണ്ട് അത് ഇപ്പൊ വാടിപ്പോയി കാണും. പിന്നെ വെള്ളം ഉള്ളതിലെ മഷിത്തണ്ട് അത് നല്ല ആ ഒരു നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഒരു മഷിത്തണ്ട് അത് നല്ല
എന്താ ആക്റ്റീവായിട്ട്, അതായത് നമ്മൾ നേരെ തന്നെ നിൽക്കും. കാരണം ആ വെള്ളം അത് വലിച്ചെടുത്ത് ആ മഷിത്തണ്ട് നേരെ തന്നെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് വെള്ളം കലക്കിയതിന്റെ അകത്ത് ആ തണ്ട്, മഷിത്തണ്ടിന്റെ തണ്ട് നമുക്കറിയാം എന്താ വെള്ള കളറിലാണ് ഏകദേശം ആ ഒരു തണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ കളർ കയറിയിട്ട് ചുവപ്പ് നിറം ആ തണ്ടിന് മൊത്തമായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? വേര് ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിഗമനത്തിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തിയത്. അതായത് വേരാണ് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവ് പിന്നെ ബാക്കി ലവണങ്ങൾ ഇതെല്ലാം വലിച്ചെടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയായിട്ടുള്ളതായിരുന്നു ഈ ഒരു പരീക്ഷണം. ഈ താഴത്തെ ഒരു ബോക്സിൽ നമ്മൾ പറയുന്നുണ്ട്, ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. അതായത് വേര് വലിച്ചെടുക്കുന്നത്. അപ്പൊ വേരിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇല എന്താ അവിടെ ചെയ്യുന്നത്? ഇല ഈ വേര് വലിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ആ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് സാധനം മേടിച്ചുകൊണ്ട് വരുന്നു, നമ്മുടെ കിച്ചണിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, മണ്ണിൽ നിന്ന് ലവണങ്ങളും ജലവും വലിച്ചെടുക്കുന്ന ആരാണ്? വേര്. അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആരാണ്? ഇല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്. അതായത് ഈ വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങൾ ഇലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത പേജിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ? വരച്ച് യോജിപ്പിക്കുമെന്നും പറഞ്ഞ കുറെ ധർമ്മങ്ങളും ആ വേര്, തണ്ട്, ഇല അവയുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ തണ്ടിനെയാണ് പറയാതെ പോയത്. തണ്ടിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്താ? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. അപ്പൊ തണ്ടിന്റെ ധർമ്മം എന്താണ്? വേര് വലിച്ചെടുക്കുന്ന ലവണങ്ങളും അതായത് പോഷകങ്ങളും ജലവും എല്ലാം ഇലകളിൽ എത്തിക്കുക എന്നുള്ള ചുമതലയാണ് ആരുടേത്? തണ്ടിൻ്റെത്. ഇത് ഉറപ്പായിട്ടും പഠിക്കണം. അതായത് വേരിന്റെയും തണ്ടിന്റെയും ഇലയുടെ ധർമ്മങ്ങൾ അത് ഉറപ്പായിട്ടും അത് മാറ്റി മാറ്റി ചോദിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ തണ്ടെന്ന് പറയുന്നത് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഇനി ഇലയാണ് എന്താ ചെയ്യുന്നത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താ ചെയ്യുന്നത്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ നമ്മുടെ ചെടികളിലെ അടുക്കള എന്നറിയപ്പെടുന്ന എന്താണ്? ഇലയാണ് ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇലയുടെ ഏറ്റവും വലിയ ധർമ്മം എന്താ? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. ഇനി വേരാണെങ്കിലോ, നമ്മൾ ഒരു കാര്യം വേരിന്റെ പറഞ്ഞായിരുന്നു. എന്താ? മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ആ ഒരു കാര്യം നമ്മൾ ആ മഷിത്തണ്ടിന്റെ പരീക്ഷ നടത്തിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അതായത് വേരെന്താ ചെയ്യുന്നത്? മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. വേരിന്റെ മറ്റൊരു ധർമ്മമാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അപ്പൊ ഈ വേര്, തണ്ട്, ഇല അവയുടെ ധർമ്മങ്ങൾ അത് ഉറപ്പായിട്ടും പഠിക്കണം. തണ്ടിന്റെ ധർമ്മം എന്താ? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. വേരാണെങ്കിലോ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇലയാണെങ്കിലോ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതി പോയാൽ മതി. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, പിന്നെ മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ഇലയാണെങ്കിലോ നമുക്കറിയാം സസ്യത്തിലെ അടുക്കള, അതായത് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നു. ഈ തണ്ടാണെങ്കിലോ വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. അപ്പൊ ഇതാണ് ഈ സസ്യഭാഗങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളും. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത് നമ്മുടെ ഇലകളെ കുറിച്ചാണ്. നമ്മൾ 4ാം ക്ലാസ്സിലേക്കൊക്കെ കയറുമ്പോഴാണ് ഇലകളിലെ മറ്റേ സ്ഥിരാവിന്യാസവും ജാലിക സ്ഥിരാവിന്യാസം, സമാന്തര സ്ഥിരാവിന്യാസം അതൊക്കെ പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മൾ ഇലകളുടെ പ്രത്യേകതകൾ ഏതൊക്കെ തരത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നീണ്ടതും കൂർത്തതുമായിട്ടുള്ള ഇലകളുണ്ട്, പരന്നിരിക്കുന്നതുണ്ട്, വട്ടത്തിലിരിക്കുന്നുണ്ട്, പിന്നെ നിറങ്ങൾക്ക് വ്യത്യാസമുണ്ട്, മണത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ജസ്റ്റ് ഇലകളിലുള്ള വൈവിധ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പൊ തുമ്പയുടെ ആണെങ്കിൽ നീണ്ട കൂർത്തതാണ് ആകൃതി, മണമുണ്ട്, പച്ച നിറമാണ്. ഇപ്പൊ മാവില എടുത്താൽ അതിന്റെ ഏകദേശം നീണ്ടിട്ട് അറ്റം കൂർത്തിരിക്കുന്ന ഒരു ആകൃതി തന്നെയാണ്. പിന്നെ മാവിലയ്ക്ക് മണമുണ്ട്, നിറം പച്ച തന്നെയാണ്. അപ്പൊ നമ്മള് ഓരോന്നിന്റെ വ്യത്യാസങ്ങൾ, നമ്മുടെ മരങ്ങളുടെ, ഔഷധികളുടെ എല്ലാത്തിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇലകളുടെ വ്യത്യാസം എന്തിലൊക്കെയുണ്ട്? നിറത്തിൽ വൈവിധ്യമുണ്ട്,
പിന്നെ വലുപ്പത്തില് വൈവിധ്യമുണ്ട്, മണത്തില് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഇലകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ഇലകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ജസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്ന ഇലരൂപങ്ങൾ അതൊന്നും നമുക്ക് നമ്മളുമായിട്ട്, അതായത് പിള്ളേർക്ക് സ്കൂളിൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് കേറ്ററ്റ് എക്സാമിന് അങ്ങനെ ഇലരൂപങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അടുത്ത് വരുന്ന പൂക്കളിലെ വൈവിധ്യം. നമ്മുടെ ചുറ്റുപാടുമുള്ള കുറെ പൂക്കള്, ഇത് നമ്മൾ കണ്ട ഒരു പൂവാണ്. എന്റെ പൂക്കൾ പറിക്കരുതേ എന്ന് പറഞ്ഞൊരു ആളവിടെ പറയുന്നുണ്ട്. തുമ്പ. തുമ്പ ഏത് വിഭാഗത്തിൽ പെടുന്നവരും നമ്മൾ ആദ്യം പറഞ്ഞത്. തുമ്പ ഏത് വിഭാഗത്തിൽ പെടുന്ന ഓർക്കുന്നുണ്ടോ? തുമ്പ ഓഷധി എന്ന വിഭാഗത്തിൽ പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഏത് മൃദുവായ തണ്ടാണ്, ആഴത്തിൽ വേരോട്ടമില്ല, അധികകാലം നിലനിൽക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ തുമ്പ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഓഷധിയുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂക്കൾ തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പൂക്കളെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അലങ്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. പിന്നെയോ പൂക്കൾക്ക് നല്ല മണമുള്ള പൂക്കളുണ്ട് അല്ലെ, ഗന്ധം പരത്തുന്നുണ്ട്. പിന്നെ ചില പൂക്കളൊക്കെ നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത്. അത് ജസ്റ്റ് നമ്മൾ പൂക്കളുടെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള കുറെ പൂക്കളുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇത് ഏത് പൂവാ? ഇത് റോസാപ്പൂവാണ്. പിന്നെ ഇത് കണിക്കൊന്നയാണ്. പിന്നെ നമ്മുടെ മുല്ലപ്പൂ, പിന്നെ 10 മണിപ്പൂ, ഇത് സീനിയാപ്പൂ, ജമന്തിപ്പൂ. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടിട്ടുള്ള കുറെ പൂക്കളാണ്. ഇതിൽ കൂടുതൽ അനേകം പൂക്കൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമ്മൾ എന്നും കാണുന്നതുമാണ്. ഓരോ പൂക്കളെ കുറിച്ച് അതിന്റെ പ്രത്യേകതകളും എല്ലാം. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന പൂക്കാത്ത സസ്യങ്ങൾ, അതായത് എല്ലാ സസ്യങ്ങളും പൂക്കുന്നില്ല. നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇനി വരുന്നത്. അതായത് എല്ലാ സസ്യങ്ങളും പൂക്കുന്നില്ല. ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ നമ്മൾ പറമ്പിലും എല്ലാം കണ്ടിട്ടുള്ള കുറെ സാധനങ്ങളാണ്. ഒന്ന് പന്നൽ ചെടിയാണ് ഈ തന്നിരിക്കുന്നത്. അതിനങ്ങനെ പൂവ് ഇല്ല, പന്നൽ ചെടി. പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ ഇതൊരു മോസ എന്ന് പറയും, അതൊരു പായലാണ്, നമ്മുടെ ഈ മതിലയിലൊക്കെ ഉള്ളതാണ്, മോസ എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ ഈന്ത്. അപ്പൊ ഈ സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ പൂക്കുന്നതാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ പറഞ്ഞായിരുന്നു സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാ? വേര്, തണ്ട്, ഇല എന്നിവയാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തില് പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല. അതായത് എല്ലാ ചെടികളും പൂക്കുന്നില്ല. ഇപ്പൊ നമ്മള് പൂക്കാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? പന്നലുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ ആ മോസ എന്ന് പറയുന്ന ആ ഒരു പായലുണ്ട്, പിന്നെ ഈന്തുണ്ട്. അപ്പം എല്ലാ ചെടികളും പൂക്കുന്നില്ല, പക്ഷെ പൂക്കുന്ന ചെടികൾ ഉണ്ട് താനും. എന്ന് പറഞ്ഞ എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നില്ല. നമ്മുടെ ചെമ്പരത്തി അത് പൂവാണ്, അത് പിന്നീട് ഒരു കായായിട്ട് മാറുന്നില്ല. പക്ഷെ നമ്മുടെ മാവിന്റെ പൂവാണെങ്കിൽ അത് പിന്നീട് മാങ്ങയായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂ ഉണ്ടാകുന്നുണ്ട്, പൂ പിന്നീട് കായായി മാറുന്നുണ്ട്. പക്ഷെ എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല. അതാണ് ഈ പൂക്കാത്ത സസ്യങ്ങൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നിറയെ മുള്ളുകളൊക്കെ ഉള്ള ഈ ഒരു കൂട്ടുകാരന്റെ പേരെന്താ? കള്ളിമുൾച്ചെടിയല്ലേ? അതായത് ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഒരു സസ്യമാണ് ഏത്? കള്ളിമുൾച്ചെടി. ഇവിടെ ഇലകളില്ല കള്ളിമുൾച്ചെടികൾക്ക്. അപ്പം ഇലകൾ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ, എന്ത്? സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലകൾ ചെയ്യുന്ന ആ ജോലി ആര് തന്നെയാണ് ചെയ്യുന്നത്? തണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ കള്ളിമുൾച്ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇലകൾ ചെയ്യുന്ന ജോലി, അതായത് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുക എന്ന ആ ഒരു ജോലി ഇവിടെ ചെയ്യുന്നത് കള്ളിമുൾച്ചെടിയുടെ തണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് കള്ളിമുൾച്ചെടിയെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. നമ്മൾ പറയും 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന ഒരു അപൂർവീനം സസ്യമാണെന്ന് പറയും നീലക്കുറിഞ്ഞി. അത് പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ അത് വാടാൻ നിൽക്കും നീലക്കുറിഞ്ഞി. പിന്നെ നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണവും നീലക്കുറിഞ്ഞിയാണ്. അപ്പൊ നീലഗിരി കുന്നുകൾക്ക് ആ ഒരു നീലഗിരി എന്നുള്ള ആ ഒരു ഗിരി എന്ന് പറഞ്ഞ കുന്ന്, നീലഗിരി എന്നുള്ള ആ ഒരു പേര് വരാൻ കാരണം തന്നെ അവിടെ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നീലഗിരി എന്ന പേര് വരാൻ കാരണം. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ സസ്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി പറയുന്ന സസ്യങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? ഇവിടെ ഈ ഒരു ഫോട്ടോ വരെ തന്നിട്ടുണ്ട്. അതായത്
തണൽ നൽകുന്നു. പിന്നെ നോക്കിയേ ഇവിടെ നമ്മൾക്ക് മനുഷ്യർക്കാണ് നമ്മൾ ചൂടുകാലത്ത് അല്ലെങ്കിൽ നമുക്ക് മരങ്ങളുണ്ട്, നമ്മൾ അതിന്റെ അടിയിലാണ് തണൽ ലഭിക്കാൻ പോയിരിക്കുന്നത്. പിന്നെ പക്ഷികള്, ചെറുജീവികൾ അവയ്ക്കൊക്കെ വാസസ്ഥലമാകുന്നുണ്ട്. പിന്നെ മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായിക്കുന്നത് ഈ മരങ്ങളും ചെറിയ ചെറിയ ചെടികളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ കൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീരുവാണ്. നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് നമ്മൾ ആദ്യം പഠിച്ച സസ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഏതൊക്കെയായിരുന്നു? സസ്യങ്ങള് ഒരു 5 തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഔഷധികള്, മരങ്ങള്, കുറ്റിച്ചെടികള്, പിന്നെ വള്ളിച്ചെടികള്, ജലസസ്യങ്ങള്. അപ്പൊ അതിന്റെ സവിശേഷതകളും അതിന്റെ ഉദാഹരണങ്ങളും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാ? വേര്, തണ്ട്, ഇല എന്നിവയായിരുന്നു നമ്മുടെ സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. അപ്പൊ അവിടെ കുറച്ച് ധർമ്മങ്ങളും ഉണ്ട്. അപ്പൊ ആ ധർമ്മങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അത് ഓരോന്നിന്റെയും, അതായത് വേരിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, തണ്ടിന്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്, ഇലയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്, അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ, അതായത് പൂക്കാത്ത സസ്യങ്ങളുടെ ഉദാഹരണങ്ങള്, പിന്നെ ഇലകളാണെങ്കിൽ പോലും ചില ഇലകളുടെ സവിശേഷതകൾ തന്നിട്ട് ഈ ഇല ഏതാണ്, അങ്ങനെ ഇലകളുടെ പ്രത്യേകതകൾ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ചെടിയുടെ അടുക്കള എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അതായത് ഒന്നാമത്തെ കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു തണ്ടിന് നമ്മൾ കാണ്ഡം എന്ന് പറയും. ഇപ്പൊ വേരിനാണെങ്കിൽ നമ്മൾ ഏത് പേരിലാ അതിന് പറയാ? വേരിന്റെ പത്രം എന്നാണോ, മൂലം എന്നാണോ, ഇല എന്നാണോ, ബീജശീർഷം എന്നാണോ? നമ്മൾ ഏത് പേരിലാ വേരിനെ പറയാ? നമ്മൾ വേരിനെ പറയുന്ന പേരെന്തായിരുന്നു? ഹലോ, പറഞ്ഞായിരുന്നോ? ഓക്കെ. മൂലം. അത് തന്നെ, വേര് നമ്മൾ പറയുന്ന പേര് മൂലം. ഇനിയിപ്പൊ താഴെ തന്നിരിക്കുന്നവയില് ഔഷധിയുടെ ഉദാഹരണങ്ങളിൽ പെടാത്തത് ഏത്? നമ്മൾ പറഞ്ഞായിരുന്നു ഔഷധിയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞായിരുന്നു, ഉദാഹരണങ്ങളും പറഞ്ഞായിരുന്നു. അപ്പൊ അതില് പെടാത്തത് ഏതാ എന്നാ ചോദിച്ചിരിക്കുന്നത്? തുമ്പ, തഴുതാമ, തേക്ക്, ചീര. അപ്പൊ ഇതില് ഔഷധിയുടെ ഉദാഹരണങ്ങളിൽ പെടാത്തത് ഏതായിട്ട് വരും? തേക്ക്. തേക്ക്. അപ്പൊ തേക്ക് ഏതിന്റെ അകത്ത് വരുന്നതാ? ഏത് വിഭാഗത്തിൽ പെടുന്നതാ? മരങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് തേക്ക് എന്നുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാല്, താഴെ തന്നിരിക്കുന്നവയിൽ ഔഷധിയുടെ സവിശേഷതകളിൽ പെടുന്നവ ഏതൊക്കെയാണ് ഔഷധിയുടെ സവിശേഷതകളിൽ പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വളരെ വലുത്, ഇടത്തരം വലുപ്പം, ആഴത്തിൽ വേരോട്ടമില്ല, വലുപ്പത്തിൽ ചെറുതാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഔഷധിയുടെ സവിശേഷതകളിൽ പെടുന്നത്? ഏതൊക്കെയായിരിക്കും? പറഞ്ഞു, കുഴപ്പമില്ല. ഏതൊക്കെയായിരിക്കും ഔഷധിയുടെ സവിശേഷതകളിൽ പെടുന്നത്? വലുതാണോ, ഇടത്തരം വലുപ്പമാണോ, ആഴത്തിൽ വേരോട്ടമില്ല, വലുപ്പത്തിൽ ചെറുതാണ്, ഏതാ വരുന്നതെന്ന്? ആഴത്തിൽ വേരോട്ടമില്ല. ആഴത്തിൽ വേരോട്ടമില്ല, ശരിയാണ്. പിന്നുള്ളത് ഇടത്തരം വലുപ്പം. ഇടത്തരം വലുപ്പം. അതായത് 2, 3, 4 ഉണ്ട്, ഒന്നാമത്തെ മാത്രം ഇല്ല, വളരെ വലുത്. അതല്ല, ബാക്കി 3 ഓക്കെ. വളരെ വലുതല്ല. പിന്നെ വരുന്നത് ആഴത്തിൽ വേരോട്ടമില്ല, വലുപ്പത്തിൽ ചെറുതാണ്. നമ്മൾ ഇടത്തരം വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു വിഭാഗത്തിന്റെ ആയിരുന്നു, ഓർമ്മയുണ്ടോ? കുറ്റിച്ചെടികളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇടത്തരം വലുപ്പമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഔഷധിയുടെ സവിശേഷതകൾ വരുന്നത് ആഴത്തിൽ വേരോട്ടമില്ല, പിന്നെ വലുപ്പത്തിൽ ചെറുതാണ്. പിന്നെ അതിന്റെ തണ്ടിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞ എന്നായിരുന്നു? മൃദുവായിട്ടുള്ള തണ്ടാണ്. അപ്പൊ ഇവിടെ വളരെ വലുതെന്ന് പറയുന്നത് അത് ഇതിന്റെ സവിശേഷത വരും? മരങ്ങളുടെ സവിശേഷതകളുടെ അകത്ത് വരും. ഇടത്തരം വലുപ്പം എന്നുള്ളത് കുറ്റിച്ചെടികളുടെ അകത്ത് വരും. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഞാൻ A 2, 3, പിന്നെ 1, 2, 3, 3, 4, പിന്നെ D ഇവയില്ല. അതിലാ 3, 4 എന്നുള്ളതിന് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തണ്ട് മൃദുവാണ് ഔഷധികൾ, വളരെ കാഠിന്യമുള്ള തണ്ട് മരങ്ങൾ, കട്ടിയുള്ള തണ്ട് കുറ്റിച്ചെടി, വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നു ഔഷധി. ഇതിൻ്റെ അകത്തൊരു തെറ്റായ ജോഡിയുണ്ട്. വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നു. വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതിന്റെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാ? മരത്തില്.
മരങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കായയായി മാറുന്നില്ലാത്ത പൂക്കളിൽ പെടാത്തത് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. റോസയാണോ, ചെത്തിയാണോ, മാമ്പൂവാണോ, ചെമ്പരത്തിയാണോ? അതായത് കായയായിട്ട് അത് മാറുന്നില്ല, കായയായി മാറുന്നില്ലാത്ത പൂക്കളിൽ പെടാത്തത്. ചെമ്പരത്തിയാണോ? കായയായി മാറുന്നില്ലാത്ത പൂക്കള്, അതിൽ പെടാത്തതാ ചോദിച്ചത്, പെടുന്നതല്ല, പെടാത്തത്. ഒന്നുകൂടെ ഓപ്ഷൻസ് നോക്കിയാൽ മതി. മാമ്പൂ. മാമ്പൂവ്. അതായത് റോസ, ചെത്തി, ചെമ്പരത്തി കായായിട്ട് മാറുന്നില്ല, പക്ഷെ അതിൽ പെടാത്ത ഒരെണ്ണം ഉള്ളത് കായായിട്ട് മാറുന്നുണ്ട്, അത് നമ്മുടെ മാമ്പൂവ്, മാങ്ങയായിട്ട് മാറുന്നത്. പിന്നെ അടുത്തത് വേരിന്റെ ധർമ്മങ്ങളിൽ പെടാത്തവ ഏതെല്ലാം? വേരിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത്: സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു, വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഇവയിൽ പെടാത്തത് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് വേരിന്റെ ധർമ്മങ്ങളിൽ. വേരിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതെല്ലാം? ഏതൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞായിരുന്നു സസ്യത്തിന് ആവശ്യമായിട്ടുള്ള പറഞ്ഞു കുഴപ്പമില്ല. ഹലോ, പറയുന്നുണ്ടായിരുന്നു തോന്നല്ലേ? ഓക്കെ, സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നു, അത് ആരുടെ ധർമ്മമായിരുന്നു ശരിക്കും? ഇലയുടെ ആയിരുന്നു. പിന്നെ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, അത് വേരിന്റെയാണ്, അത് ശരിയാണ്. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്ന ആരായിരുന്നു? തണ്ടായിരുന്നു. അപ്പൊ അത് തണ്ടിന്റെ പ്രത്യേകതയാണ്. പിന്നെ മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് അത് വേരിന്റെ തന്നെ പ്രത്യേകതകള്. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു എന്നുള്ളത് തണ്ടിന്റെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരവായിട്ട് വരുന്നത്. അതായത് 2ഉം 3ഉമാണ് വേരിന്റെ ധർമ്മങ്ങളിൽ പെടുന്നത്. പെടാത്തവയെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേതും നാലാമത്തെയും. അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്നത് അതിന്റെ ആൻസർ ആയിട്ട്. ഒന്നാമത്തെ നാലാമത്തെയാണ് ആൻസർ ആയിട്ട് വരുന്നത്, വേരിന്റെ ധർമ്മങ്ങളിൽ പെടാത്തവ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇച്ചിരി കൺഫ്യൂഷൻ വരും. അതായത് ആ ധർമ്മങ്ങളിൽ പെടുന്നവയുണ്ട്, പെടാത്തവയുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നോക്കുക വേണം, അതിന്റെ ഓപ്ഷൻസും കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ആ ധർമ്മങ്ങള്, അതിന്റെ സവിശേഷതകള്, അതിന്റെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം അത് ഓർത്ത് പഠിച്ചാലേ അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് മാറിപ്പോവാതെ തന്നെ അത് ഉത്തരം കറക്റ്റ് ആയിട്ട് പോയി. നമ്മൾ കറപ്പിക്കുകയും കൂടെ ചെയ്യില്ല, എഴുതുമല്ലോ. നമ്മുടെ കേറ്റിന് OMR കൂടെ ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും കൂടെ ചെയ്യേണ്ടതുകൊണ്ട് അത് ആ ഓപ്ഷൻസും ക്വസ്റ്റ്യനും എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടേ പോവുള്ളൂ. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ഹരിതഭൂമി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ആ ഓരോ സസ്യങ്ങളുടെ സവിശേഷതകൾ, ഉദാഹരണങ്ങൾ, പിന്നെ നമ്മുടെ സസ്യഭാഗത്തിന്റെ ധർമ്മങ്ങൾ, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. നിങ്ങൾ എല്ലാവരും ബോറടിച്ചോ? ഇല്ല. സമയം കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ആ സെക്കൻഡ് ചാപ്റ്ററോടെ അല്ലെങ്കിൽ തുടങ്ങണമെന്ന് ഓർത്തായിരിക്കുന്നത്. കുഴപ്പമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലാണെങ്കിലും എടുക്കാം. നിങ്ങൾ ബോറടിച്ച് മടുത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററോടെ നോക്കുവാണെ. അടുത്ത നമ്മൾ സസ്യത്തിനെ എല്ലാം വിട്ടിനി നമ്മള് ജന്തുക്കളിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ജന്തുലോകത്തേക്ക് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മൾ സസ്യങ്ങളുടെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ജന്തുക്കളെ കുറിച്ച്, അതായത് ഈ ഒരു യൂണിറ്റ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വളർത്തു ജീവികളുണ്ട്, നമ്മൾ വീട്ടിൽ വളർത്തുന്നില്ലാത്ത ജീവികളുണ്ട്, അവയുടെ പ്രത്യേകതകള്, അവയുടെ സഞ്ചാര രീതി, അവയുടെ ശരീരത്തിന്റെ സവിശേഷതകള്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ കൂടെ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നമ്മള് കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു. ഈ ഒരു പിക്ചർ കണ്ടോ, നല്ല കളർഫുൾ ആയിട്ട് നല്ല ഇതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മിത്രയുടെ വീടും പരിസരമാണ് തന്നിരിക്കുന്നത്. ആ ഒരു പിക്ചറിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറെ ജീവികളുണ്ട്, അതുപോലെ തന്നെ
നമ്മൾ വീട്ടിൽ വളർത്താൻ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറെ ജീവികളുണ്ട്. കണ്ടോ, പട്ടിയുണ്ട്, കോഴിയുണ്ട്, പൂമ്പാറ്റയുണ്ട്, കിളികളുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, മരത്തിലാണെങ്കിൽ അണ്ണാനുണ്ട്, മരംകൊത്തിയുണ്ട്, അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പൂച്ചയുണ്ട്. അപ്പൊ അവൾ പറയുന്നുണ്ട്, ആഹാ ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ, ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്, ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും, ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഏതൊക്കെയാണ്, പൂച്ചേനെയുണ്ട്, പട്ടീനെയുണ്ട്, പിന്നെ നമ്മുടെ കോഴി, ആട്, താറാവ്, പശു, അങ്ങനെ കുറച്ച്, പിന്നെ നമ്മുടെ ഈ ലവ് ബേർഡ്സ്, പിന്നെ എന്താ തത്ത, അങ്ങനെ കുറച്ച് ജീവികളെ മാത്രം നമ്മൾ വീടുകളിൽ ഇണക്കി വളർത്തുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ജീവികൾ നമ്മുടെ കാട്ടിലും നാട്ടിലും ഒക്കെ ആയിട്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ജീവികളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകള്, അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഈ ജീവികളെ വളർത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്. നമ്മൾ ഒന്ന് പറഞ്ഞ ആഹാരത്തിനുണ്ട്, പിന്നെ സുരക്ഷയ്ക്കായി നമ്മൾ പട്ടികളെ വീട്ടിൽ വളർത്തുന്നത് നമ്മൾ കള്ളന്മാരുടെ ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ, സുരക്ഷയ്ക്കുണ്ട്. പിന്നെ എന്തിനാ, കൗതുകത്തിന് വളർത്തുന്നവരുണ്ട്. ഈ ലവ് ബേർഡ്സ്, നമ്മുടെ തത്ത, പിന്നെ അണ്ണാൻ, അങ്ങനെ ഇതിനുള്ളതിനൊക്കെ കൗതുകത്തിന് വളർത്തുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ യാത്രകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കഴുത, പിന്നെ എന്താ കുതിര, ഒട്ടകം, അല്ലെ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ കാണാനില്ല, കാളവണ്ടി അല്ലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം കൗതുകത്തിനുണ്ട്, യാത്രകൾക്കുണ്ട്, ആഹാരത്തിനുണ്ട്, സുരക്ഷയ്ക്കുണ്ട്. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത്. പിന്നെ നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വീട്ടിൽ എന്താണല്ലോ കോഴീനെയും ആടിനെയും താറാവിനെയും എല്ലാം വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാ, ആടിനെ വളർത്തുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, ആടിന്റെ പാലുണ്ട്, പാല് കിട്ടുന്നുണ്ട്, പിന്നെ ഇതിന്റെ മാംസം നമ്മള് കഴിക്കാൻ എടുക്കുന്നതാണ്. പിന്നെ എന്താ, ആടിന്റെ കാഷ്ടം നമ്മള്, അതായത് ആട്ടുംകാട്ടം നമ്മൾ എന്താ ചെയ്യുന്നത്, വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആടിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ കോഴിയുടെ ആണെങ്കിലോ, കോഴി നമുക്ക് മുട്ട തരുന്നുണ്ട്, പിന്നെ കോഴിയിറച്ചി നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കോഴിയുടെ ആണെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഇതെല്ലാം നമ്മൾ വളമായിട്ടെല്ലാം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ പശു ആണെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. അപ്പൊ എല്ലാ ജീവികൾക്കും, അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. അതാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രയോജനം നമുക്ക് ഏകദേശം അറിയാം, നമുക്ക് ചിന്തിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ്, ഞാൻ എടുത്തങ്ങ് എഴുതുന്നില്ല. ഇനി വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളും ഉണ്ട്. അതാണ് ജസ്റ്റ് ഞാൻ ആദ്യം ആ വളർത്തു ജീവികളെ നമ്മൾ എന്തിനു വേണ്ടിയാണ് അതിനെ വളർത്തുന്നത് എന്നുള്ളതിന്റെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് അതിന്റെ പാല്, മുട്ട, മാംസം എന്നിവ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുണ്ട്. അടുത്തത് എത്ര ജീവികൾ, അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറെ കുഞ്ഞു കുഞ്ഞു ജീവികളുടെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ നമ്മുടെ പല്ലി, നമ്മുടെ എല്ലാ വീടുകളിലുള്ളതാണ്. പിന്നെ ഉള്ളത് ഒച്ച്, പിന്നെ ഉറുമ്പ്, പിന്നെ ഇത് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് നമ്മൾ പറയുന്ന ഒരു കിളി അത്. പിന്നെ ഇത് പഴുതാര, വവ്വാല്, പിന്നെ നമ്മുടെ കീരിയുണ്ട്, അട്ടയുണ്ട്. ഇതെല്ലാം വലിയതല്ല, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറിയ ജീവികളാണ്. നമ്മൾ സസ്യത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന് നമ്മൾ സവിശേഷതകൾ പറഞ്ഞായിരുന്നല്ലോ, ചെറുതുണ്ട്, വലുതുണ്ട്, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജന്തുക്കളുടെ കാര്യത്തിലും വലിയ ജീവികളുണ്ട്, തീരെ ചെറിയ ജീവികളുണ്ട്, പിന്നെ ഇടത്തരക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് കുറെ അനവധി ജീവികളുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല ഇനി വരുന്നത്. സ്കൂളിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അവരുടെ ചുറ്റുപാടും കാണുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന്. അതിപ്പോ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഏതൊക്കെ ജീവികളുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് വരാനും പിന്നെ അതിന്റെ പടം വരയ്ക്കാനാണ്. ഉണ്ട് കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ആനയും കുരങ്ങനും പശുവൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കണം. അതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അടുത്ത വരുന്ന അക്ഷരചിത്രങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് അക്ഷരചിത്രങ്ങള്. പിന്നെ ആ കുഞ്ഞു മൃഗങ്ങളെ ഓരോ വരപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ വിരൽചിത്രങ്ങള്, അതെല്ലാം നമുക്ക് സ്കൂളുകളിൽ ചെയ്യിപ്പിക്കാം. നമുക്ക് കേറ്ററ്റിനൊന്നും ആവശ്യമില്ല. ഇനി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മുടെ സവിശേഷതകളിലെ വൈവിധ്യം. അതായത് ഇവിടെ കുറച്ച് ജീവികളുടെ ശരീരഭാഗങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് ഏതൊക്കെ ജീവികളാണെന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഈ ഒന്നാമത്തെ നമുക്ക് അതിന്റെ കാല് കണ്ടപ്പോൾ തന്നെ അറിയുന്നത് ഏതാ, ആനയാണ്. ആനയുടെ ഫോട്ടോയാണ്. ഇനി ഇത് അത് മയിലിന്റെ നമ്മുടെ ആ ചിറക്, ഇത് സീബ്ര, പിന്നെ ഇത് കോഴിയുടെ കാലാണ്.
അപ്പം എല്ലാ ജീവികളും നമ്മൾ പറഞ്ഞു, എല്ലാ ജീവികളും വ്യത്യസ്തരാണ്. അപ്പൊ അതിന്റെ ശരീരഭാഗങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. ആണ് പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഏതെല്ലാം വിധത്തിലാണ്? നിറത്തിൽ വ്യത്യാസമുണ്ട്, പിന്നെ അവരുടെ ശരീരത്തിലെ പുള്ളികളിൽ വ്യത്യാസമുണ്ട്, പിന്നെയോ അതിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, പിന്നെ ഓരോന്ന് ചില സീബ്രയുടെ ആണെങ്കിലും മേത്ത് മൊത്തം വരകളാണ്. അങ്ങനെ വരകൾ ഉള്ള ജീവികൾ വളരെ കുറവാണ്. പിന്നെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, കൊമ്പുള്ള ജീവികളുണ്ട്, കൊമ്പില്ലാത്ത ജീവികളുണ്ട്, പിന്നെ ചിലതിന്റെ നഖത്തിന് വ്യത്യാസമുണ്ട്, പിന്നെ കുളമ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഇതിന് ശരീരഭാഗങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവികളെല്ലാം വ്യത്യസ്തരാണ്. ഇനി ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവികളും വ്യത്യസ്തരാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സവിശേഷതകളാണ്? കൊമ്പില്, നിറത്തില്, ആകൃതിയില്, വലുപ്പത്തിലെല്ലാം അവര് വ്യത്യസ്തരാണ് എന്നാണ് പറയുന്നത്, എല്ലാ ജീവികളും. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കടലിലെ ജീവികളാണ്. നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുള്ളതാണ്. കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. ഈ കടൽ വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന വെള്ളരിക്ക അങ്ങനെയല്ല, അതൊരു ജീവി തന്നെയാണ്. അത് ഏകദേശം ആ വെള്ളരിയുടെ ആ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ അതൊരു ജീവിയാണ്. നമ്മുടെ ഈ പുഴുവൊക്കെ പോലെ തന്നെ അതിങ്ങനെ കൂടിയിരിക്കുന്നത് വെള്ളരിയുടെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അതൊരു ജീവിയാണ്. കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു, ഇവയെല്ലാം കടലിലെ ജീവികളാണ്. ഈ നമ്മുടെ 3ാം ക്ലാസ്സുകാർക്ക് കഴിഞ്ഞ വർഷം സീസണിന്റെ എക്സാം പോലെ ഈ പ്രാവശ്യം നാസ് എന്ന് പറയുന്ന ഒരു എക്സാം നടത്തിയായിരുന്നു. അതിന്റെ മോഡൽ പരീക്ഷ അവർക്ക് നടത്തിയപ്പോൾ അവർക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് കടൽ ജീവികളിൽ ഉൾപ്പെടാത്തവ ഏതെന്നും ചോദിച്ചുകൊണ്ട്. അപ്പൊ അതില് ഓപ്ഷൻസ് വന്നത് കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, സിംഹം, കടൽ പശു. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവരതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ ചാടി എഴുതിയായിരുന്നു. കാരണം കടലിലെ ജീവികളുടെ പ്രത്യേകതകൾ എന്താ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പേരുകൾ വരാൻ കാരണം? അത് കടലിൽ ജീവിക്കുന്നതുകൊണ്ട്. പിന്നെ അതിന്റെ എല്ലാം പേരുകൾക്കൊപ്പം എന്തുണ്ട്? കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. അപ്പൊ അതിൻ്റെ അകത്ത് ആകെ കടൽ എന്ന് കൂട്ടി ഇല്ലാതിരുന്നത് ആകെ സിംഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിള്ളേരത് പെട്ടെന്ന് അത് കണ്ടെത്തി എഴുതിയായിരുന്നു. നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, കേട്ടിട്ടിന് അത്ര സിമ്പിൾ ആയിട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം. കടലിലെ ജീവികൾ, അതായത് കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു എന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ നീലത്തിമിംഗലം. നമ്മൾ പറയും കരയിലെ ഏറ്റവും വലിയ ജീവി നമ്മൾ പറയും ആന എന്ന് പറയും. പക്ഷെ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? നീലത്തിമിംഗലമാണ്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ബ്ലൂ വെയിൽ, ഇത് നീലത്തിമിംഗലം. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നമ്മുടെ നീലത്തിമിംഗലം. അതായത് നമ്മുടെ മീനുകളൊക്കെ നമ്മൾ എങ്ങനെയാ ശ്വസിക്കുന്നത്? നമ്മുടെ ചെകിളപ്പൂക്കൾ കൊണ്ടല്ലേ മീനുകൾ ശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ നീലത്തിമിംഗലം ശ്വസിക്കുന്നത് ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന ഇതിലാണ് അവർ ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മീൻ വർഗത്തിൽപ്പെട്ടതല്ല. പിന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിംഗലം. അപ്പൊ നീലത്തിമിംഗലത്തിന്റെ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നീലത്തിമിംഗലം ശ്വസിക്കുന്നത് നമ്മുടെ ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന അതാണ് നീലത്തിമിംഗലം ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ മീനുകൾക്ക് എന്താ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയുന്ന പോലെ നീലത്തിമിംഗലത്തിന് ബ്ലോ ഹോൾസ് എന്നുള്ള ഒരു ഇതാണ് അത് ശ്വസിക്കാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മീൻ വർഗത്തിൽപ്പെട്ടതല്ല, പക്ഷെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ് നീലത്തിമിംഗലം. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ്. ഇനി അടുത്തൊരു പോർഷൻ വരുന്നത് പലവിധം അങ്ങനെ സഞ്ചാരം. ഇത് നമ്മൾ പേപ്പർ കൊണ്ട് പിള്ളേരെ ജീവികളെയൊക്കെ ഉണ്ടാക്കി വെച്ച് അവർക്കൊരു ആക്റ്റീവ് ആകാൻ നമ്മൾ പ്രക്രിയാബന്ധിതമായിട്ട് വേണമല്ലോ നമ്മുടെ പരിസര പഠനം നടത്താൻ വേണ്ടി. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവികളെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പേപ്പർ കൊണ്ട്. പക്ഷെ അതിന്റെ താഴെ തന്നിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ജീവികളുടെ സഞ്ചാരം. ഇപ്പൊ ഈ പടത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന നമ്മുടെ തവള പോകുന്ന പോലെയല്ല മീൻ പോകുന്നത്, പാമ്പ് പോകുന്ന പോലെയല്ല പക്ഷികൾ പോകുന്നത്. അപ്പൊ അതിൽ വ്യത്യസ്തതയുണ്ട്. അതായത് ചിലത് നടക്കുന്നവയുണ്ട്, ചിലത് ഇഴയുന്നവയുണ്ട്, ചിലത് പറക്കുന്നവയുണ്ട്, ചിലത് നീന്തുന്നവയുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങള് അനുസരിച്ച് ഈ ജീവികളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. നടക്കുന്നവ ഏതൊക്കെയാണ്? നമുക്കറിയാം, പശുവുണ്ട്, ആടുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, നായയുണ്ട്, അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നടക്കുന്നവയുടെ അകത്ത് വിടും. ഈ പാമ്പ് ഏത് വിഭാഗത്തിൽ പെടുന്ന? ഇഴയുന്നവയുടെ അകത്ത് വിടുന്നല്ലേ. പാമ്പ് അതെ, ഒച്ച അതെ, മണ്ണിര അതെ, പുഴുവൊക്കെ ഇഴയുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്ന. ഇനി പറക്കുന്നവയാണ് നമുക്കറിയാം, പക്ഷികളെല്ലാം തന്നെ പറക്കുന്നവയാണ്. പിന്നെ പൂമ്പാറ്റയുണ്ട്, പിന്നെ നമ്മുടെ വവ്വാല്, തത്ത, ഇതെല്ലാം പറക്കുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്നു. പിന്നെ മീനാണെങ്കിലോ
നീന്തുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ മീന്. അപ്പൊ ജസ്റ്റ് ആ ഒരു സഞ്ചാരരീതി നമ്മളൊന്ന് ഓർത്തിരിക്കണം, അതിന്റെ ഉദാഹരണങ്ങളും ചിലപ്പം എക്സാമ്പിൾസ് നന്നായിട്ട്, അതായത് ആന, കുതിര, പശു, വവ്വാല്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ടത് ഏത്? അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാലോ. അപ്പൊ അതിൽ ഏതാ ഒറ്റപ്പെട്ടതായിട്ട് വരുന്നത്? ഏതാ? വവ്വാല്. കാരണം ബാക്കി എല്ലാത്തിന്റെ സഞ്ചാര രീതി നടക്കുന്നവയും വവ്വാല് പറക്കുന്നവയും എന്ന ആ ഒരു വിഭാഗത്തിനകത്ത് പെടുമല്ലോ. അപ്പം അത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണേലും വരാം. ചിലപ്പം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക, അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ശരിയായത് ഏത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തില് നമ്മൾ ജസ്റ്റ് നോക്കിയത് നമ്മുടെ ജന്തുക്കളുടെ, വളർത്തു ജീവികളുടെ സവിശേഷതകൾ, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, പിന്നെ കടലിലെ ജീവികളുടെ കാര്യങ്ങൾ, പിന്നെ അതിന്റെ സഞ്ചാര രീതി. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് നോക്കാം കേട്ടോ. ഇത് ഈ ഒരു പാഠം ഇച്ചിരി ലെങ്തിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ സമയം 10 മണി ആയില്ലേ, നിങ്ങൾക്ക് പഠിക്കേണ്ടതും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഇവിടം കൊണ്ട് നിർത്തുവാണേ. നിങ്ങൾക്ക് ബോറടിച്ചോ? കുഴപ്പമുണ്ടോ? ഹലോ, ഇല്ല. ഈ 2 ചാപ്റ്ററിൽ, അതായത് ആദ്യത്തെ ചാപ്റ്ററിൽ സസ്യത്തിന്റെ ധർമ്മങ്ങളും അല്ലെ സസ്യഭാഗങ്ങളുടെ ധർമ്മങ്ങള്, ഓരോ സസ്യവിഭാഗങ്ങൾ, അതിന്റെ ഉദാഹരണങ്ങൾ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കണം. നമുക്ക് സയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൈഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം അന്നന്ന് എടുക്കുന്ന ടോപ്പിക്കുകൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്, അത് വളരെ നല്ലതാണ്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് PDF ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ടെക്സ്റ്റ് വായിച്ചു പോവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ജസ്റ്റ് ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിച്ചു പോവാണ്. നമ്മൾ അന്നന്ന് തന്നെ അത് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ആ എക്സാമിന് സമയമാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറെ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവും, നല്ല രീതിയിൽ പാടുമാവും. അപ്പോഴത്തേനും നിങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ ഒരാഴ്ചയുടെ സൈക്കോളജി പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അന്നുള്ള ടോപ്പിക്കുകൾ ഏതാണോ, ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് അന്നന്ന് തന്നെ ജസ്റ്റ് പഠിച്ചിട്ട് കിടക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം.